ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സ്പ്രിംഗ് ഫീവർ എന്ന ഡ്രാമയുടെ സെക്കൻഡ് എപ്പിസോഡാട്ടോ ഇന്ന് കാണുന്നത്. കഴിഞ്ഞു പോയ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിനേക്കാളും കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുള്ളൊരു എപ്പിസോഡായിട്ടോ തോന്നിയത്. നമ്മുടെ നായകനാണെങ്കിൽ ഇത്ര ക്ലോസ് ആയിട്ട് ഇവളുടെ അടുത്ത് വന്നിരുന്നിട്ട് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ ബാക്കിയുള്ള കൊളീഗ്സൊക്കെ ഇവളെ വിളിക്കുന്ന പോലെ ബോം എന്ന് ഭയങ്കര ക്യൂട്ടായിട്ട് വിളിക്കുക കേട്ടോ. അങ്ങനെ അതെ നെക്സ്റ്റ് ഡേ ആയിട്ടോ നമ്മുടെ സെജിനാണെങ്കിൽ ക്ലാസ്സിലേക്ക് വരുന്ന വഴി തന്നെ നമ്മുടെ നീസിൻ്റെ അടുത്ത് ഒരു സോറി പറയാണ്. തലേദിവസം അവൾ കുറച്ച് റൂഡായി പെരുമാറി, അതിനൊരു സോറി പറയാണ്. നമ്മുടെ നീസാണെങ്കിൽ ഒരു കൂളായിട്ടുള്ള ക്യാരക്ടർ ആട്ടോ. അവനാണെങ്കിൽ തലേദിവസം ഇവൾ റൂഡായി ക്ലാസ്സിൽ വിളിച്ചു പറഞ്ഞതൊന്നും അങ്ങനെ സീരിയസ് ആക്കി എടുത്തിട്ടില്ല. നമ്മുടെ നീസ് പെട്ടെന്ന് തന്നെ സെജിൻ്റെ ഫോൺ വാങ്ങിയിട്ട് അവൻ്റെ നമ്പർ അവളുടെ ഫോണിൽ സേവ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കിനി എന്തെങ്കിലും പ്രോബ്ലംസ് എന്നോട് ഉണ്ടെങ്കിൽ അത് നേരിട്ട് നീ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവൻ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ചെറിയ കുശുമ്പൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇവൻ ഇത്ര കൂളായിട്ടാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊരു മൈൻഡ് സെറ്റിലാണ്. നമ്മുടെ ബോം ആണെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ തലേദിവസം നമ്മുടെ ജയ്ഗു കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ചെടി കാരണം ഈ ചെടിയുടെ ബാക്കിലായിട്ടിരിക്കുന്ന പിള്ളേർക്കൊന്നും ബ്ലാക്ക് ബോർഡ് കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ട്വിൻസിൽ ഒരാൾ എഴുന്നേറ്റെന്ന് പറയുന്നുണ്ട്, അതെ ഈ സൺ ജയ്ഗുവിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുമോ, എനിക്കൊന്നും കാണാനില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ ബോമിനൊരു ഡൗട്ട്, അല്ല ഇത് തന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായി എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവൾ ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ നായകൻ അവൻ്റെ പേര് ഈ ഒരു ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി. ഇവനാണെങ്കിൽ ഇവൻ്റെ ജീപ്പിൽ ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോഴാണ് റോഡിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ പ്രിൻസിപ്പൾ 3 ടീച്ചേഴ്സും കൂടി ഈ ചെടി കഷ്ടപ്പെട്ട് വലിച്ചു കൊണ്ടുവന്ന് കാണുന്നത് കേട്ടോ. പ്രിൻസിപ്പളിനാണെങ്കിൽ ഈ ഒരു ചെടി സ്കൂളിൽ വെക്കാൻ തീരെ ഇഷ്ടമല്ല. കാരണം അങ്ങേർക്ക് കുഞ്ഞു കുഞ്ഞു ചെടികളാണ് ഇഷ്ടം. അതാണ് ക്യൂട്ട്, ഇത് ക്യൂട്ടല്ല എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി അവിടെ അടുത്തുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വെക്കാൻ പറയാണ് ടീച്ചേഴ്സിൻ്റെ അടുത്ത്. അപ്പോഴാണ് അതേ നമ്മുടെ നായകൻ ജീപ്പ് അവിടെ നിർത്തിയിട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. ബോമാണെങ്കിൽ ഇവനെ കണ്ട വഴിക്ക് പറയുന്നുണ്ട്, ഇത് ക്ലാസ് റൂമിൽ വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ടീച്ചേഴ്സിന് ഇതിൻ്റെ വെയിറ്റ് ഒന്നും പൊന്തുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ. ഇത് കേട്ട വഴിക്ക് നമ്മുടെ നായകൻ ഈ ഒരു ചെടിച്ചട്ടി ഒറ്റയ്ക്ക് എടുത്ത് അവൻ്റെ ജീപ്പിൽ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ്റെ വണ്ടിയുടെ ഡോറ് തുറന്നു കൊടുക്കുകയാണ് ഇവൾക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തന്നൊരു ഗിഫ്റ്റ് അങ്ങനെ കളയാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഇവളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചോ എന്നുള്ളൊരു മൈൻഡിലാണ് അവൻ പറയുന്നത്. നെക്സ്റ്റ് സീനിൽ കാണുന്നത് നമ്മുടെ നായകനും നായികയും കൂടിയിട്ട് വണ്ടിയിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ക്ലോസ് ആയിട്ട് ഇവനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ കൈ, മുഖം, ഫേസ്, ഫീച്ചേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പെട്ടെന്ന് നമ്മുടെ ജയ്ഗു ചോദിക്കുന്നുണ്ട്, അല്ല ബോം നിങ്ങളെന്താ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവളാണെങ്കിൽ ആകെ ചമ്മിപ്പോയി. ഞാൻ നിങ്ങളെ അല്ല, ഞാൻ GPS-ലേക്കാണ് നോക്കിയത്, ലൊക്കേഷൻ നോക്കുമായിരുന്നു എന്ന് പറയണം കേട്ടോ. ശരിക്കും ഇവളുടെ ഈ നോട്ടം കണ്ടപ്പോൾ ഇവൻ വിചാരിച്ചത് ഇവർ തമ്മിൽ മുമ്പ് കണ്ടുമുട്ടിയിട്ടുണ്ട്, അത് ഇവൾക്ക് ഓർമ്മ വന്നു. അപ്പോൾ അത് എവിടെയാണ്, എവിടെ വെച്ചാൽ കണ്ടുമുട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവളോട് ഈ ഒരു കാര്യം അവൻ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഏയ് നമ്മൾ കണ്ടുമുട്ടാൻ തീരെ ചാൻസ് ഇല്ല എന്ന് പറയാണ്. പിന്നെ അവൻ പ്രഷറൊന്നും ചെയ്യുന്നില്ല, അവനും പറയുന്നുണ്ട്, ഓ അപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് ആയി പോയതായിരിക്കും എന്ന് പറയണം. നമ്മുടെ ബോമാണെങ്കിൽ നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ, മുൻപ് എവിടെയാണ് കണ്ടേ, ഇനിയിപ്പോൾ ഞാൻ മുമ്പ് ലോൺ എങ്ങാനും എടുത്തിട്ട് എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവാണോ, അങ്ങനെ പലതും ആലോചിച്ച് കൂട്ടുകയാണ് കേട്ടോ നമ്മുടെ ബോം. അങ്ങനെ നമ്മുടെ നായകൻ ബോമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ചെടി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ്റെ പേര് കാണണ പോലെ അതിൻ്റെ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ പോയിട്ട് പറയാണ്, അതെ നിങ്ങളുടെ പേരൊക്കെ എനിക്കറിയാം, ഇനി എപ്പോഴും ആ പേര് കാണിച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറയാണ്. അപ്പോഴാണ് ജയ്ഗു ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ വീടിൻ്റെ മേലെ നിന്ന് റൂഫിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ബോമാണെങ്കിൽ ഇവൻ്റെ തൊട്ട് പുറകിലായിട്ട് നിൽക്കുന്നത്, നല്ല രീതിയിൽ ഇവനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ. ജയ്ഗുവിനാണെങ്കിൽ ഇപ്പോൾ ഒരു കോൾഡ് കോഫി കുടിക്കണമെന്നുണ്ട്. ഇത്രയും വെയിറ്റുള്ള സാധനമൊക്കെ തോളിലേറ്റി കൊണ്ടുവന്നതല്ലേ. പക്ഷേ ബോമിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല സിയോളത്തെ ആൾക്കാർ ഗസ്റ്റിനെയൊക്കെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യാന്ന്. ബോമാണെങ്കിൽ ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി വിടണം എന്ന ചിന്തയിൽ കോഫി പൗഡർ കഴിഞ്ഞു പോയി, അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ കോഫി കുടിക്കാം, കോഫി അറേഞ്ച് ചെയ്യാമെന്ന് പറയാണ്. ജയ്ഗു ആണെങ്കിൽ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ എടുക്കുകയാണ് കേട്ടോ, നെക്സ്റ്റ് മീറ്റിനുള്ള ആ ഒരു ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ നായിക പറയും, ഏയ് വേണ്ട വേണ്ട ഇപ്പം തന്നെ നമുക്കൊരു കോഫി സെറ്റാക്കാം എന്ന് പറയാണ്. ജയ്ഗു ആണെങ്കിൽ, ഓ എൻ്റെ കൂടെ കോഫി കുടിക്കാൻ ഇത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോവാണ് കേട്ടോ. പുറത്തേക്ക് പോകുന്ന കാണുമ്പോൾ നമ്മുടെ ബോം വിചാരിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റി പെട്ടെന്ന് തന്നെ പുറത്തു പോവാണല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ടൈമിലാണ് ഇവളുടെ കൊളീഗായ മിസ്റ്റർ ഹോങ് ഇവളെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങേരാണെങ്കിൽ എൻവയോൺമെൻറ്റൽ ക്ലബിൻ്റെ ചാർജ് ശരിക്കും ഇങ്ങേർക്കാണ്. ഇതാണ് മിസ്റ്റർ ഹോങ് കേട്ടോ. പ്രിൻസിപ്പലിൻ്റെ തൊട്ട് താഴെയുള്ള പൊസിഷനാണ്, അതായത് ഹെഡ് ടീച്ചർ എന്നൊക്കെ പറയും. ഇങ്ങേർക്ക് ഇപ്പോൾ ഒരുപാട് ഡ്യൂട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റൽ ക്ലബിൻ്റെ ചാർജസ് ഒക്കെ നമ്മുടെ നായികനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. ബോമിൻ്റെ മറുപടി ഒന്നും കേൾക്കാൻ തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. പ്രിൻസിപ്പൾ ഇതിന് ഓക്കെ പറഞ്ഞു, ഓക്കെ ബൈ എന്ന് പറഞ്ഞ് കോൾ കട്ടാക്കുകയാണ്. നമ്മുടെ നായികയാണെങ്കിൽ പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എൻവയോൺമെൻറ്റൽ ക്ലബിൻ്റെ കാര്യം കൂടി ഇവൾ നോക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെല്ലാ സ്ഥലത്തും മിണ്ടാണ്ടിരിക്കുന്ന കാരണമാണ് അങ്ങേര് ഇവളെ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ഇവൾക്കാണെങ്കിൽ ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ടോപ്പിക്സ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. കാരണം അവൾ പഠിച്ചത് അതല്ല.
അപ്പോഴാണ് വീണ്ടും ഒരു കോൾ വരുന്നത് കേട്ടോ. ഇവളാണെങ്കിൽ ആരാന്ന് നോക്കാതെ പെട്ടെന്ന് തന്നെ ചാടി കയറി എടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇവളുടെ അച്ഛനാണ് കോളിലുള്ളതെന്ന് മനസ്സിലാവുകയാണ്. അങ്ങേരാണെങ്കിൽ കരഞ്ഞിട്ടൊക്കെയാണ് ഇവളോട് സംസാരിക്കുന്നത് കേട്ടോ. അന്ന് നിന്നോട് അങ്ങനെ സംസാരിച്ചതിൽ എന്നോട് ക്ഷമിക്കും, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, നീ എൻ്റെ മോളല്ലേ, നീ എന്തിനാ അന്ന് അങ്ങനെ പോയേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവളിപ്പോൾ എവിടെയാണ്, സോറി പറയാൻ നേരിട്ട് കാണണമെന്നുണ്ടെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയാണ്. പക്ഷെ ഇവളതിനൊന്നും മറുപടി പറയുന്നില്ല, കോള് കട്ടാക്കുകയാണ്. ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഡോർ ആരോ നോക്ക് ചെയ്യുന്നത് കേൾക്കുന്നത്. അപ്പോൾ ഇവള് പെട്ടെന്ന് പോയി നോക്കുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ നായകനാണ്. ഇവളുടെ കയ്യിൽ കോഫി തീർന്നു എന്ന് പറഞ്ഞ കാരണം ഇവനൊരു കോൾഡ് കോഫിയും വാങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫിയുടെ കുറച്ച് പൗഡറിൻ്റെ പാക്കറ്റും വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോമിൻ്റെ നിറഞ്ഞ കണ്ണൊക്കെ കാണുമ്പോൾ ഇവന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ കരയായിരുന്നു എന്ന് ചോദിച്ചിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ പോക്കറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഒരു മാക്രോണിൻ്റെ പാക്കറ്റ് എടുത്ത് ഇവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ബെസ്റ്റ് ക്യൂർ എന്ന് പറയുന്നത് സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഇവൾക്ക് പെട്ടെന്ന് മുൻപ് ഈ സെയിം ഡയലോഗ് സെയിം വോയിസിൽ കേട്ടതായിട്ട് ഇവൾക്കൊരു ഓർമ്മ വരണേ. അപ്പോൾ ഇവളിങ്ങനെ മനസ്സിലാക്കുകയാണ്, ഈ സൗണ്ട് ഞാൻ മുമ്പ് കേട്ട പോലെ ഉണ്ടല്ലോ ഈ ഒരു സെയിം വോയിസ് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. സീനിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് അവളുടെ ഗ്രീൻ റൂമിലിരുന്ന് ഒരാളോട് സംസാരിക്കുകയാണ് കേട്ടോ. നാൻഹി എന്നാണ് കേട്ടോ ഈ ഒരു ആക്ട്രസിൻ്റെ പേര്. അവൾക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തി തരണം എന്നാണ് പറയുന്നത്. അതിന് മറുപടി ആയിട്ട് ഇവൻ പറയുന്നത്, അതിന് ഞാൻ ഡിറ്റക്റ്റീവ് അല്ല, ബാക്കി എല്ലാ കാര്യവും ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ്. ഈ ആക്ട്രസ് പറയുന്നുണ്ട്, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്കൊരു ആജന്മ ശത്രു ഉണ്ടെന്നല്ല നിങ്ങൾ പറഞ്ഞത്, അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. ആളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ലോയറാണേ. ഇവൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, മെല്ലപ്പറ ആൾക്കാർ കേൾക്കുമെന്ന് പറയാണ്. ലാസ്റ്റ് ഇവൻ ചോദിക്കുകയാണ്, ആരെ ഞാൻ കണ്ടുപിടിക്കേണ്ടതെന്ന്. വേറെ ആരെയല്ല കണ്ടുപിടിക്കേണ്ടത്, എൻ്റെ സ്വന്തം മകളെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് ഈ ഒരു ആക്ട്രസ് പറയുന്നത് കേട്ടോ. ഈ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആട്ടോ കാണിക്കുന്നത്. അതായത് ഈ ഒരു ആക്ട്രസ് ഈ മൂവി ഇൻഡസ്ട്രിയിലൊക്കെ കയറിയിട്ട് 30 വർഷം തികയണേൻ്റെ ഒരു ആനിവേഴ്സറി ആയിരുന്നു. അന്ന് ഈ ലോയറും ഇവിടെ ചെറിയ ഡെക്കറേഷനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്നാണ് ഈ ഒരു ആക്ട്രസിൻ്റെ മകളെ ഇയാൾ ആദ്യമായിട്ട്, അതായത് നമ്മുടെ ലോയർ ആദ്യമായിട്ട് കാണുന്നത്. കണ്ട വഴിക്ക് തന്നെ ഇവനൊരു ചെറിയ ക്രഷൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഈ പെൺകുട്ടിയുടെ അടുത്ത്. ആക്ട്രസിൻ്റെ മകൾ ആരാ, ഫേസ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ലോയർ ചോദിക്കുന്നുണ്ട്, അല്ല അതിന് കാണാതെ പോകാൻ അവളൊരു കുഞ്ഞു കൊച്ചൊന്നുമല്ലല്ലോ എന്ന് പറയണം. ആക്ട്രസ് പറയാണ്, അവൾക്ക് എവിടുന്ന് ഇത്ര ദേഷ്യം ഹോട്ട് ടെമ്പേർഡ് ആയെന്ന് അറിയില്ല, പക്ഷെ എന്തോ ഒരു സമയത്ത് ഞാൻ ദേഷ്യപ്പെട്ടു എന്തോ പറഞ്ഞു, അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല, അവളെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി എന്ന് പറയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങേരുടെ സെക്രട്ടറി എന്നാണ് കേട്ടോ സെക്രട്ടറിയുടെ പേര്, അങ്ങേര് വിളിക്കുന്നത്. അങ്ങേര് പറയുന്നുണ്ട്, കോടതി ഇതുവരെ ഈ ഒരു സഞ്ജയുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, നമുക്ക് മൺഡേ വരെ വെയിറ്റ് ചെയ്ത് നോക്കാം, അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും, എന്നിട്ട് നമുക്ക് അങ്ങേരുടെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാം, സമാധാനമായിരിക്കും പറയണം. സീനിൽ നമ്മുടെ ജയ്ഗ്യു പോലീസ് ഓഫീസിലേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇവിടുത്തെ ലൈറ്റൊക്കെ മാറ്റിയല്ലോ, ഫുൾ ചേഞ്ച് ആയല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ പോലീസ് ഓഫീസർ ഇവൻ്റെ പേരൊക്കെ ചോദിക്കുമ്പോൾ പേര് സെൻ ജയ്ഗ്യു, ഏജ് 36 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്തിനാ അത് തൊടാൻ പോയേ, നുണ പറയേണ്ട, ഒരുപാട് വിറ്റ്നസ് ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ആദ്യം തന്നെ ഒരു മാക്രോൺസ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജയ്ഗ്യു പറയാണ്, നമുക്ക് ഫസ്റ്റ് ഈ സ്നാക്ക് കഴിക്കാം എന്നിട്ട് സംസാരിക്കാം. എന്നിട്ട് ബോമിൻ്റെ അടുത്ത് പറഞ്ഞ സെയിം ഡയലോഗ് കേട്ടോ പറയുന്നത്, നമ്മൾ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ സ്വീറ്റ്സ് കഴിക്കുന്നതാണ് ബെസ്റ്റ് ക്യൂർ എന്ന്. നമ്മുടെ ബോമാണെങ്കിൽ ഈ സമയത്ത് ഒരു ലൈബ്രറിയിൽ നിന്ന് ഈ എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള 2 ബുക്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ ജയ്ഗ്യുടെ വോയിസ് മുമ്പ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ, അത് എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് അതേ നേരെ മുമ്പിൽ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ നിൽക്കുന്നു. മാത്രമല്ല ജയിലല്ല പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ജയ്ഗ്യു ഇറങ്ങി വരുന്നു. ഉടനെ തന്നെ അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാവരും ചേർന്ന് ഇവന് ടോഫു കൊടുക്കുകയാണ്. അതായത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഇതാണത്. ആരെങ്കിലും പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് കുറച്ച് ടോഫു കൊടുക്കണത്. ഇവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ബോമാണെങ്കിൽ അവരറിയാതെ കുറച്ച് നേരം കാറിൻ്റെ പുറകിൽ ഒളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായിക ഈ എൻവയോൺമെൻറ്റൽ ക്ലബ്ബിലുള്ള പിള്ളേർക്കൊക്കെ ഒരു പ്രസൻറ്റേഷൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിള്ളേരൊക്കെ മൊത്തത്തിൽ ബോറടിച്ചിട്ടായിരിക്കുന്നത്, ഗോ ടു ആക്കി തുടങ്ങി എല്ലാവരും. അപ്പോൾ നമ്മുടെ ട്വിൻസിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ ഡെയിലി ക്ലാസ് റൂമിൽ ഇരിക്കാൻ പോവുകയാണോ, പുറത്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലേ ചോദിക്കുകയാണ്. വേറെയുള്ള ക്ലബ്ബിലത്തെ പിള്ളേരൊക്കെ ഫീൽഡ് ട്രിപ്പിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ സെജിൻ പറയുന്നുണ്ട്, അതിന് നമ്മുടെ ഈ ടീച്ചർ ഒരു എക്സ്ചേഞ്ച് ടീച്ചറല്ലേ, ഇത്ര ക്ലബിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണില്ല എന്ന് പറയും. അപ്പോൾ ബോം പറയുന്നുണ്ട്, എക്സ്ചേഞ്ച് ടീച്ചർ ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ സിയോളിലേക്ക് തിരിച്ചു പോയാലും തിരിച്ചു പോയില്ലെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലബിൻ്റെ ടീച്ചർ ഞാനാണ്, അപ്പോൾ ഇത് ഞാൻ ഗൈഡ് ചെയ്തോളാം എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ നീസ് കൈ ഉയർത്തിയിട്ട് പറയുന്നത്, എനിക്കറിയുന്ന ഒരു പവർ പ്ലാന്റ് ഉണ്ട്, അങ്ങോട്ട് പോവാം, എൻ്റെ അങ്കിൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബോം ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം ഇത്ര നാൾ ഇവൾ വിചാരിച്ചത് ഇവൻ്റെ അങ്കിളിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല എന്നായിരുന്നു. അപ്പോൾ ഒരു ജോലിയുണ്ട്, നിൻ്റെ അങ്കിളിന് ജോലി ഉണ്ടോ എന്ന് ഷോക്കായിട്ടാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ സെജിൻ അന്വേഷിക്കുന്നുണ്ട് ഇത് ഏത് ബസ്സിൽ പോകുമ്പോഴാണ് കാണുന്നതെന്ന്. അപ്പോൾ ബസ് 23 പോകുമ്പോൾ കാണുന്ന പവർ പ്ലാന്റ് ആണെന്ന്. അപ്പോൾ ഈ ക്ലബ്ബിലുള്ള എല്ലാ പിള്ളേർക്കും അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ. ഒരു ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ സൺസെറ്റ് ആയിരിക്കും. അപ്പോൾ വിൻഡ് മില്ലൊക്കെ ഈ സൺസെറ്റിൽ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇവർക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹമുണ്ട് അതിനകത്തേക്ക് കയറണം.
പക്ഷേ നമ്മുടെ ബോം പറയുന്നുണ്ട് ഞാൻ വേറെ ഒരു പവർ പ്ലാന്റിനെ കുറിച്ച് കൂടി ഒന്ന് നോക്കി നോക്കട്ടെ. നമുക്ക് നോക്കിയിട്ട് ഏതാന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയാണ്. കൺഫർമേഷൻ ഒന്നും ഇവള് പറയുന്നില്ല ഇങ്ങോട്ട് തന്നെ പോവാംന്ന്. ജെയ്ഗ്യു വർക്ക് ചെയ്യുന്ന പവർ പ്ലാന്റിലേക്ക് തന്നെ പോവാൻ നമ്മുടെ ബോമിനൊരു ചമ്മലുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഈ പവർ പ്ലാന്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെയാണെങ്കിൽ വർക്കേഴ്സൊക്കെ 2ഉം 3ഉം പേരും പിടിച്ചിട്ടാണ് ഓരോ ബോർഡ്സ് കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മുടെ നായകനാണെങ്കിൽ ഒറ്റയ്ക്കാണ് കേട്ടോ ഓരോ ഷീറ്റും പിടിക്കുന്നത്. ഇവൻ്റെ ഈ ഒരു എനർജി കണ്ടിട്ട് ബാക്കിയുള്ള വർക്കേഴ്സും ഇങ്ങനെ നോക്കി നിന്ന് പോകുന്നുണ്ട്. രേഖു ആണെങ്കിൽ ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട് ഇത്രയും സ്ലോ ആയി കഴിഞ്ഞാൽ ഈ പണിയൊക്കെ എപ്പോൾ തീരാനോ ഒന്ന് അനങ്ങി നടക്കുക എന്നൊക്കെ. അപ്പോൾ ബാക്കിയുള്ള വർക്കേഴ്സൊക്കെ ക്ഷീണിച്ചു പോയി. അവർ പറയുന്നുണ്ട് നിങ്ങൾ സ്മോക്ക് ചെയ്യില്ലെന്നറിയാം, എന്നാലും പറയാം ചെറിയൊരു ബ്രേക്ക് എടുക്കുമെന്ന്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ അവൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ എടുത്ത് എല്ലാവരും കുടിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നീസിൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ജയ്ഗ്യൂനെ കോൾ ചെയ്യുന്നത് കേട്ടോ. ജയ്ഗ്യൂനെ ഇവൻ വിളിക്കുന്നത് ബ്ലാക്ക് ബെൽറ്റ് എന്നാണ് കേട്ടോ. ഈ ഫ്രണ്ടിൻ്റെ ഒരു കോഡ് നെയിം എന്ന് പറയുന്നത് വൈറ്റ് എന്നാണ്. അതായത് ഇവർക്ക് രണ്ടുപേർക്കും കോഡ് നെയിം ഉണ്ട്. ഈ സ്റ്റുഡൻറ്റിൻ്റെ പേര് വൈറ്റ് എന്നും നമ്മുടെ നായകൻ്റെ പേര് ബ്ലാക്ക് ബെൽറ്റ് എന്നുമാണ്. അപ്പോൾ എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഒക്കെ നമ്മുടെ വൈറ്റ് ബ്ലാക്ക് ബെൽറ്റിൻ്റെ അടുത്ത് പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബോം പുറത്തേക്ക് വരുമ്പോഴുണ്ട് ഇവളുടെ അടുത്തേക്ക് നമ്മുടെ നായകൻ വരുന്നു. വന്ന വഴിക്ക് ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ വർക്ക് പ്ലേസ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കേട്ടല്ലോ എന്ന് പറയാണ്. നിങ്ങൾക്ക് സ്കൂളിൽ എന്തെങ്കിലും CCTV ക്യാമറ ഉണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. നമ്മുടെ ബോം പറയുന്നുണ്ട് അതൊക്കെ ടീച്ചേഴ്സാണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്നാണ്. പക്ഷേ ജയ്ഗ്യു പറയുന്നത് ജയ്ഗ്യു ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു പവർ പ്ലാന്റ് ആണ് സ്കൂളിന് ഏറ്റവും അടുത്തുള്ളത്. ഇനിയുള്ള 2 35 കിലോമീറ്റർ ഒക്കെ ദൂരമുണ്ട്. നിങ്ങളുടെ സ്കൂളിലാണെങ്കിൽ വണ്ടി പോലും ഇല്ല, എങ്ങനെ അങ്ങോട്ട് പോകാമെന്നാണ് ചോദിക്കുന്നത്. ഇവളാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അല്ല അങ്ങോട്ട് തന്നെ വരണമെന്ന് എന്താ അത്ര നിർബന്ധം എന്ന്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ജയ്ഗ്യു പറയുന്നത് അവൻ്റെ നീസിനൊരു പ്രൈഡ് മൊമെന്റ് പോലെ ആയിരിക്കും അവൻ്റെ അങ്കിള് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ. പിന്നെ പറയുന്നത് അല്ല എൻ്റെ സ്ഥലം വേണമെങ്കിൽ ഈ വരുന്ന വീക്കെൻഡിൽ പോയി കാണാം, കണ്ടു നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി അങ്ങോട്ട് വരണോ വേണ്ടയോ എന്ന് പറയാണ്. കേട്ട വഴിക്ക് അവൾ പറയുന്നുണ്ട് ആരും നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കോ എന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാം, നമുക്ക് 2 പേർക്കും തനിച്ച് പോകാമെന്ന്. ബോം അപ്പം തന്നെ പറയുന്നുണ്ട് ഏയ് വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾക്കൊരു നീസ് ഉണ്ടല്ലോ, നീസിനെയും കൂട്ടി നമുക്ക് 3 പേർക്കും ഒരുമിച്ച് ഈ വീക്കെൻഡിൽ പോകാമെന്ന് പറയാണ്. അവൾ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൻ അപ്പോൾ ഓക്കെ ബൈ എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ സെജിൻ്റെ അച്ഛൻ ഒരു ഗവർണറാണ്, ഇവർക്ക് ഇലക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് തിരക്കാണെന്നൊക്കെ. അപ്പോൾ ഇവർ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ ഇവളുടെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് എല്ലാത്തിലും നിനക്ക് സെക്കൻഡ് പ്ലേസ് ആണല്ലോ, കൊറിയൻ ലാംഗ്വേജിൽ സെക്കൻഡ്, അടുത്ത ലാംഗ്വേജിൽ സെക്കൻഡ്, എല്ലാം സെക്കൻഡ് ആണല്ലോ എന്ന് പറയാണ്. ഇവർ ഈ കൺട്രി സൈഡിൽ വന്ന് താമസിക്കുന്നത് തന്നെ ഇവൾക്ക് ഈ ഒരു സ്കൂളിലെങ്കിലും ഫസ്റ്റ് ഗ്രേഡ് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. പക്ഷെ ഇവളാണെങ്കിൽ നന്നായി പഠിക്കുന്നൊക്കെ ഉണ്ട്, പഠിക്കാഞ്ഞിട്ടല്ല, സെക്കൻഡാണ് ഇവൾക്ക് കിട്ടുന്നത് ഇപ്പോഴും. എന്നിട്ട് അച്ഛൻ അവിടെ ഇരിക്കുന്ന ബീഫ് എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട് അതെ ഈ ഒരു ബീഫ് ഗ്രേഡ് 1 ഈ ബീഫ് കഴിക്കണമെങ്കിൽ തന്നെ എന്തോരം കാശ് കൊടുത്ത് വാങ്ങണം എന്നറിയുമെന്ന് ചോദിക്കുകയാണ്. കേട്ട വഴിക്ക് നമ്മുടെ സെജിൻ എന്നെക്കാളും ഒരു ഗ്രേഡ് കൂടുതൽ വാങ്ങിയ ബീഫല്ലേ, ആ ബീഫ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാതെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. സെജിൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ഈ പെങ്കൊച്ചിനോട് പറഞ്ഞ് മടുത്തല്ലോ എന്നൊരു മൈൻഡിലാണ്. അവൾക്ക് സബ്ജക്ട്സിലൊക്കെ നന്നായിട്ട് മാർക്ക് കിട്ടാൻ, അതായത് ഗ്രേഡ് 1 തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സിറ്റിയിൽ നിന്നൊക്കെ മാറി ഈ കൺട്രി സൈഡിലേക്ക് വന്നിരിക്കുന്നത്. എന്നിട്ടും അവൾക്ക് മാർക്കില്ല. ആണെങ്കിൽ റൂമിലേക്ക് വന്നിട്ട് ഒരു ആൾക്ക് മെസ്സേജ് അയക്കാൻ കേട്ടോ. ജേജുൻ എന്നാണ് പേര്. ഈ വീക്കെൻഡ് ഫ്രീ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോട്ടെ, അവിടെ സ്റ്റേ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയക്കുന്നത്. അതേസമയം നമ്മുടെ അങ്കിളാണെങ്കിൽ നീസിന് ഇഷ്ടമുള്ള ആ ഒരു സ്ക്യൂവറൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീസ് ചോദിക്കുന്നുണ്ട് അല്ല എൻ്റെ ഫ്രണ്ട് ഡൊങ്ങിയോ, അതായത് നേരത്തെ പയ്യനില്ലേ ഇവനെ കോൾ ചെയ്ത പയ്യൻ, അവൻ അങ്കിളിനെ കോൾ ചെയ്തെന്ന് കേട്ടല്ലോ. അല്ല അവൻ പറഞ്ഞത് കേട്ടിട്ട് മിസ് ബോമിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും ആർഗ്യൂ ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്കിള് പറയാണ് നിനക്ക് നിൻ്റെ അങ്കിളിനെ അറിഞ്ഞൂടാ, ഞാൻ അങ്ങനെയൊക്കെ ആൾക്കാരോട്ട് ആർഗ്യൂ ചെയ്യൂ, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു ഒരു ദിവസം നമുക്ക് ആ ഒരു പ്ലാന്റ് പോയി കണ്ടിട്ട് തീരുമാനിക്കാമെന്ന്. അപ്പോഴാണ് നമ്മുടെ നീസ് പറയുന്നത് എന്തൊക്കെയായാലും അവർ ഒരു എക്സ്ചേഞ്ച് ടീച്ചറാണെന്നാണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്, കുറച്ച് കഴിയുമ്പോൾ സിയോളിലേക്ക് തിരിച്ചു പോകുമായിരിക്കും എന്ന് പറയാണ്. കേട്ട വഴിക്ക് അങ്കിള് ചോദിക്കുകയാണ് തിരിച്ചു പോവാണോ ഇത്ര പെട്ടെന്നോ, അതും സിയോളിലേക്കോ, എന്നാണാവോ പോണേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്നിട്ട് അന്ന് ഇവള് കരഞ്ഞതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് കേട്ടോ, എന്നാലും എന്തിനാവും കരഞ്ഞേന്നൊക്കെ. ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് അവിടേത്. സെക്കൻഡ് പാർട്ട് ഞാൻ അധികം ലേറ്റ് ആക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. സെക്കൻഡ് പാർട്ട് എനിക്ക് കുറച്ചുകൂടെ റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് തോന്നി കേട്ടോ. കാരണം ഇവർ തമ്മിൽ മുൻപ് കണ്ടുമുട്ടിയത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സെക്കൻഡ് പാർട്ടിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ.